മൂന്നാല് ദിവസമായി അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാട്ടുതീ കാലിഫോർണിയയിൽ യുദ്ധാടിസ്ഥാനത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കെട്ട് അടങ്ങാതെ ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും സിനിമാ താരങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ലോസ് ഏഞ്ചൽസ്. അതൊരു അടിപൊളി നഗരമാണ്, ടൂറിസം സ്പോട്ടാണ്, അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അവിടുത്തെ മനോഹരമായിട്ടുള്ള വീടുകൾ, തെരുവീഥികൾ, പൂന്തോട്ടങ്ങൾ, കെട്ടിടങ്ങൾ ഒക്കെയും ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ സ്റ്റുഡിയോ ഹോളിവുഡ് ഇരിക്കുന്നത് അവിടെയാണ്. സ്ഥിരമായി കാറ്റ് ആ ഭാഗങ്ങളിൽ വീശാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കാറ്റ് വീശിയപ്പോൾ കാട്ടുതീയും കൂടെ അതിനോടൊപ്പം വന്നു. അങ്ങനെ ഒരുപാട് പേര് സ്വത്തും മുതലും നശിപ്പിക്കപ്പെട്ടു. 10-16 പേര് വെന്ത് മരിച്ചു എന്ന് പറയുന്നു. എത്ര പേരാണ് മരിച്ചതെന്നുള്ളത് അവരിതുവരെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. ഒരുപാട് പേരുടെ വീടുകൾ കത്തി നശിച്ചു. അധികം വീടുകളും തടി കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. കാരണം തണുപ്പാണല്ലോ. എല്ലാവിധ സൗകര്യങ്ങളുള്ള, ആഡംബര സൗകര്യമുള്ള വീടുകളും സാഹചര്യങ്ങളുമാണ് അവിടെ ഉള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഒരുപാട് പേര് അവിടെ നിന്ന് ഓടിപ്പോയി. അതെന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിഭാസം വന്നെന്നുള്ളത് ആർക്കും അറിയില്ല. വെള്ളത്തിൻ്റെ അഭാവമുണ്ട്. അത് കെടുത്താൻ വേണ്ടി യുദ്ധാടിസ്ഥാനത്തിൽ ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഫയർ ഫൈറ്റിങ്ങിൻ്റെ വിഷയത്തിൽ. എന്നിട്ടും അവർക്കത് കെടുത്താൻ ഒരിക്കലും കഴിയാതെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം കണ്ടപ്പോൾ ചില പാലസ്തീൻവാദികൾ, നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ഉൾപ്പെടെ ഉള്ള ചില ആളുകൾ യൂട്യൂബ് ചാനലിലൂടെ ഇതിനെ പരിഹസിക്കുന്നത് കണ്ടു. അവർ പറഞ്ഞത് പ്രകാരമാണ് അമേരിക്ക ഇസ്രായേലിലൂടെ ചേർന്ന് ഗാസയെ നശിപ്പിക്കാൻ പോയതുകൊണ്ടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വയനാട് ചൂരൽമഴയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ദേശമാണ്. അവിടെ കഴിഞ്ഞ ദിവസം പ്രളയക്കെടുതി വന്ന് ഒരുപാട് പേര് മരിച്ചല്ലോ. അതിൻ്റെ കാരണം എന്താണ്? ബംഗ്ലാദേശിൽ കൂടെ വെള്ളപ്പൊക്കം വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ദുബായിൽ കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കം വന്നു. ഒരുപാട് പേരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറി. അതിൻ്റെ കാരണം എന്താണ്? പാകിസ്ഥാനിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയും കാരണം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആ പറഞ്ഞിരിക്കുന്ന പലസ്തീൻവാദികൾക്ക് പറയാൻ കഴിയുന്നില്ല. പ്രകൃതിക്ഷോഭത്തിന് അങ്ങനെ മതവും ജാതിയും എന്നൊന്നുമില്ല. അത് ലോകത്തിൽ എവിടെയും വരും. അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ വേർതിരിച്ച് കണ്ടിട്ട് കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാലിഫോർണിയയിലുള്ള കോടീശ്വരന്മാർ അധികം പേരും ഒരുപാട് പണം കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് അവർ ദൈവത്തിനെ നിഷേധിക്കുന്ന കുറച്ച് ആളുകളാണ്. പണക്കാർക്കും കോടീശ്വരന്മാർക്കും ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ പ്രത്യക്ഷമായും പരോക്ഷമായും പിശാചിനെ ആരാധിക്കുന്നവരാണ് എന്നവർ സമർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയായിരിക്കും. അമേരിക്ക ആ പ്രശ്നത്തിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരും. അങ്ങനത്തെ ഒരു രാജ്യമാണ്. പക്ഷേ ഈ കാട്ടുതീ ദൈവത്തിൻ്റെ ഒരു കരമാണ്.